നിതിൻ രാജിന്റെ മരണത്തിൽ പോലീസ് കോടതി വളപ്പിൽ നിന്ന് കസ്റ്റഡിയിലെടുത്ത ഡോക്ടർ റാമിനെ വിട്ടയച്ചു. കോടതിയുടെ ഇടപെടലിനെ തുടർന്നാണ് റാമിനെ വിട്ടയച്ചത്. 2 ദിവസത്തിനകം ഹാജരാകണമെന്നും നിർദ്ദേശമുണ്ട്. വൈകിട്ടോടെ തലശ്ശേരി കോടതിയിൽ നാടകീയ രംഗങ്ങളാണ് അരങ്ങേറിയത്. ഡോക്ടർ റാമിനെ കോടതി വിട്ടയച്ചതിന് പിന്നാലെ വീണ്ടും പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. തന്നെ തള്ളി മാറ്റിയാണ് റാമിനെ അറസ്റ്റ് ചെയ്തത് എന്ന് ഭാര്യ ദിൽന ആരോപിച്ചു. കൂടിയിട്ടായിരുന്നു കൊണ്ടുപോയത്. നിങ്ങൾ അഡ്വക്കേറ്റിനൊക്കെ ഉണ്ടായതുകൊണ്ട് ഞങ്ങളൊപ്പം വേറെ ആരും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞങ്ങൾ പറഞ്ഞു കാറ് കുറച്ച് ഇങ്ങോട്ടേക്ക് എടുത്തോ, നടക്കാൻ പറ്റുന്നുണ്ടായിട്ടില്ല അവർക്ക്. കുറച്ച് കഴിഞ്ഞേരം എന്നെ വന്നു ഉന്തി ഞങ്ങൾ ഇവരെ പ്രീ അറസ്റ്റ് ചെയ്യാം എന്തോ പറഞ്ഞു. അങ്ങനെ പ്രീ അറസ്റ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു സാർ 1 മിനിറ്റ് ഒന്ന് ഇരുന്നോട്ടെ, കഴിയുന്നില്ല നടക്കാൻ. അത് പറ്റൂല, നിങ്ങൾ മാറുന്നു പറഞ്ഞിട്ട് എന്റെ കൈയൊക്കെ തള്ളി പിടിച്ച് വെച്ച് ജീപ്പിലിട്ട് 2-3 പോലീസ് പോയി. തന്നെയാണോ ഉണ്ടായിരുന്നത്? അതെ, അവരാണ് എന്നെ തള്ളിയിട്ട് ഡിവൈഎസ്പി ചെയ്ത്, വേറെ പോലീസുകാരൊന്നും ചെയ്തില്ല. ഡിവൈഎസ്പി ആണ് എന്നെ തള്ളി ഇവരെ വലിച്ചു കൊണ്ടുപോയത്. ഞാൻ പറഞ്ഞു സാർ വലിക്കല്ല, ഇന്നെന്നെ നടക്കട്ടെ, നടക്കാൻ വയ്യ. പക്ഷെ ഇങ്ങനെ വലിച്ചു കൊണ്ടുപോവുക ചെയ്ത്. അയാൾ ഒളിവിലായിരുന്നില്ലല്ലോ. ഹി വാസ് സീക്കിംഗ് ഫ്രം വൺ കോർട്ട് ടു അനദർ. ഡിസ്ട്രിക്ട് കോർട്ടിൽ ബെയിലിന് കൊടുത്തു, ഹൈക്കോർട്ടിൽ കൊടുത്തു, സുപ്രീം കോർട്ടിൽ കൊടുത്തു, പിന്നെ കോർട്ടിൽ അദ്ദേഹം വന്നു. ഈ നെവർ ഹിഡൻ ഹിംസെൽഫ്, ഒളിച്ചിരുന്നിട്ടേ ഇല്ല അദ്ദേഹം. ഈസ് എ ഡോക്ടർ ബൈ പ്രൊഫഷൻ. ദേ കൻ കൺവിൻസ് ദ കോർട്ട് ലേറ്റർ വി ഹാവ് സോ ആൻഡ് സോ ഗ്രൗണ്ട്സ്. അതിന് മുമ്പ് പറ്റില്ല, ഇല്ല, യു ഹാവ് ടു ഗിവ് us നോട്ടീസ്. ദിസ് ഈസ് ആക്ച്വലി ഇൻ ലീഗൽ പാർലൻസ് ഇറ്റ് ഈസ് ദ അറസ്റ്റ് ഈസ് ടോട്ടലി ഇല്ലീഗൽ. അറസ്റ്റ് ഇല്ലെങ്കിൽ പിന്നെ ജാമ്യം വേണ്ടല്ലോ. ദർ ഇസ് നോ അറസ്റ്റ് അറ്റ് ഓൾ. പോലീസിന് അപ്പോൾ നിയമപരമായി ഇനി അറസ്റ്റിലേക്ക് അടക്കാൻ കഴിയുമോ? ദേ കൻ ട്രൈ. അപ്പോഴും ഈ ഗ്രൗണ്ട് എന്താണെന്ന് വ്യക്തമാക്കാം. സ്പെസിഫിക് ഗ്രൗണ്ട്സ് ദാറ്റ് സെറ്റ് ഇൻ ദ കോർട്ട്. അത് കറക്റ്റായിട്ട് എഴുതി കൊടുത്തിട്ട് കോർട്ടിനെ കൺവിൻസ് ചെയ്തില്ലെങ്കിൽ ദേ ക്യാൻ മൂവ് അഗൈൻ. ഇന്ന് കുടകിൽ വെച്ചായിരുന്നു ഒളിവിൽ കഴിഞ്ഞ റാമിനെ പോലീസ് പിടികൂടിയത്. CK വിജയൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. CK, ഇതിപ്പോൾ വിട്ടയച്ചിരിക്കുന്നു, അതാണ് ഏറ്റവും ഒടുവിൽ പറയേണ്ടത്. അപ്പോൾ വിട്ടയക്കുമ്പോൾ എന്ത് വിശദീകരണമാണ് ഇപ്പോൾ പോലീസ് ഇതിൽ നൽകുന്നത്? അങ്ങനെ ഒരു വിശദീകരണത്തിന്റെ ആവശ്യവും കൂടിയുണ്ടല്ലോ, കാരണം കോടതി വിട്ടയച്ചതാണ്, കുടുംബം അതിനെതിരെ രംഗത്ത് വരുന്നു, കോടതിയെ ലക്ഷ്യമാണ് എന്ന് അഭിഭാഷകൻ പറയുന്നു. എന്താണ് സംഭവിച്ചത്? തീർച്ചയായും അതെ, 100 ദിവസം കഴിയുന്ന, അതായത് ഈ ക്രൈം നടന്ന് 100 ദിവസം കഴിഞ്ഞിട്ടാണ് റാമിനെ ഇന്ന് അറസ്റ്റ് ചെയ്തത്. പക്ഷേ ഈ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കുന്നതുൾപ്പെടെയുള്ള നടപടിക്രമങ്ങളിൽ പോലീസിന് വലിയ വീഴ്ച സംഭവിച്ചിരിക്കുന്നു. ഏത് കാരണത്താലാണ് അറസ്റ്റ് എന്ന് റാമിനെ ബോധ്യപ്പെടുത്തുന്നതിൽ പോലീസിന് വീഴ്ച സംഭവിച്ചു. അതുകൊണ്ട് റാമിനെ റിമാൻഡ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് കോടതി അദ്ദേഹത്തെ വിട്ടയക്കുകയാണ് ചെയ്തത്. ആ വിട്ടയച്ച ഉടൻ തന്നെ കോടതി വളപ്പിൽ വെച്ച് തന്നെ ക്രൈംബ്രാഞ്ചിന്റെ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം റാമിനെ വീണ്ടും കസ്റ്റഡിയിലെടുക്കുന്നു. കസ്റ്റഡിയിലെടുത്തതോടുകൂടി അത് പിന്നീട് അതിലും വലിയ വിവാദമായി മാറുന്നു. പിന്നീട് ഒരു നോട്ടീസ് കൊടുത്തയച്ച് വിട്ടയക്കുകയും ചെയ്തു. ഇതാണ് ഏറ്റവും അവസാനം നടന്ന കാര്യം. ഇത് തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതിയിലാണ് റാമിനെ ഹാജരാക്കുന്നത്. സ്വാഭാവികമായും ഒരാളെ അറസ്റ്റ് ചെയ്യുമ്പോൾ സുപ്രീം കോടതിയുടെ ഗൈഡ് ലൈൻ പ്രകാരം ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതിൽ വീഴ്ച വന്നു എന്നാണ് കോടതി കണ്ടെത്തിയിട്ടുള്ളത്. എന്തിന് അറസ്റ്റ് ചെയ്യുന്നു, ആരുടെ മൊഴി ഈ പറയുന്ന കുറ്റത്തിന് ബലമായിട്ട് ഉണ്ട് തുടങ്ങി വളരെ വിശദമായ കാര്യങ്ങൾ അറിയിക്കണം. അങ്ങനെ അറിയിച്ചതിന് ശേഷം മാത്രമേ പോലീസിന് ഒരാളെ കസ്റ്റഡിയിലെടുക്കാനും പിന്നീട് അറസ്റ്റിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയും കഴിയും. ആ നടപടിക്രമങ്ങൾ ഇവിടെ പാലിച്ചില്ല എന്നാണ് കോടതി കണ്ടെത്തിയത്. അതിൻ്റെ ഭാഗമായാണ് റാമിനെ വിട്ടയച്ചത്. പക്ഷേ കോടതി റാമിനെ വിട്ടയച്ചതോടുകൂടി പോലീസ് ആകെ, ക്രൈംബ്രാഞ്ച് സംഘം ആകെ പാനിക് ആവുകയും ഒരു പ്രതിയെ വിട്ടയച്ചു എന്ന രീതിയിൽ അത് തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടിയുള്ള, അദ്ദേഹത്തെ തിരിച്ച് അറസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ നടത്തുകയും ചെയ്യുന്നു. അത് പിന്നീട് വലിയ വിമർശനത്തിന് കാരണമായതോടുകൂടി നോട്ടീസ് നൽകി, അതായത് 2 ദിവസത്തിനകം ഹാജരാകണം എന്നറിയിച്ചു കൊണ്ടുള്ള നോട്ടീസ് നൽകി റാമിനെ വിട്ടയച്ചു. ഇതാണ് ഇന്നുണ്ടായ സംഭവം. രാവിലെ 9 മണിയോടുകൂടിയാണ് റാമിനെ കുടകിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് ഈ ഉള്ള ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് കൊണ്ടുവന്നത്. അവിടെ വെച്ച് SP-യുടെ നേതൃത്വത്തിൽ വലിയ ചോദ്യം ചെയ്യൽ നടന്നു. ആ ചോദ്യം ചെയ്യലിന് ശേഷം മെഡിക്കൽ കഴിഞ്ഞ് കോടതിയിൽ ഹാജരാക്കുന്നു. കോടതിയിൽ ഹാജരാക്കുമ്പോഴാണ് ഈ സുപ്രീം കോടതിയുടെ ഗൈഡ് ലൈൻ പാലിച്ചില്ല എന്ന ആരോപണം പ്രതിഭാഗം അഭിഭാഷകർ ഉന്നയിക്കുകയും കോടതി അത് അംഗീകരിക്കുകയും ചെയ്തിട്ടുള്ളത്.